ചെറുപുഴ പഞ്ചായത്തിൽ MLA ഫണ്ട് ഉപയോഗിച്ച് 152 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നടന്നുവരികയാണെന്ന് TI മധുസൂദനൻ. ദിസ് ന്യൂസ് ഈസ് ബ്രോട്ട് യു ബൈ സ്വന്തം ജോസ്കോ ജ്വല്ലേഴ്സ്. ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ. ചെറുപുഴ പഞ്ചായത്തിൽ MLA ഫണ്ട് ഉപയോഗിച്ച് 152 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നടന്നുവരികയാണെന്ന് TI മധുസൂദനൻ MLA പറഞ്ഞു. കേരളത്തിന്റെ വികസന കാര്യങ്ങളിൽ ശ്രദ്ധേയമായ മാറ്റങ്ങൾ വരുത്തിയ സർക്കാരിൽ മലയോരത്തിന്റെ വികസന കാര്യത്തിൽ അതീവ ശ്രദ്ധയാണ് നൽകുന്നതെന്ന് MLA പറഞ്ഞു. ഏറ്റവും മികച്ച വിജയം ജില്ലാ കായികമേളയിൽ ഒരു കുളം പോലും ഇല്ലാത്തവരാണ് നീന്തൽ ചാമ്പ്യൻഷിപ്പ് നേടി തിരിച്ചു വരുന്ന അനുഭവം ചെറുപുഴയിൽ നമുക്ക് കാണാൻ സാധിക്കും. ആവശ്യമായ സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കണമെന്നുള്ളത് ഈ ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള തീരുമാനമാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് പ്രാപ്പോയിലായാലും കോഴിച്ചാൽ ഹയർ സെക്കൻഡറിയിലായാലും ഇവിടെയായാലും എല്ലാം കളിസ്ഥലങ്ങൾക്ക് പ്രാമുഖ്യം കൊടുത്തുകൊണ്ടുള്ള തീരുമാനം നമ്മൾ നടപ്പിലാക്കിയത്. 3 കോടിയുടെ വർക്ക് നടക്കുന്ന സൈറ്റിൽ നിന്നാണ്. ഇവർക്ക് ഇതൊക്കെയാണല്ലോ പറയാം എന്താ ഈ ഗവൺമെൻറ് ചെയ്തതെന്ന്. അതിൻ്റെ ഉത്തമമായിട്ടുള്ള തെളിവാണ് നാളെ ഇന്ത്യക്കും കേരളത്തിനും അഭിമാന താരങ്ങളെ വാർത്തെടുക്കുന്നതിന് വഴിയൊരുക്കുന്ന രീതിയിൽ കായിക മേഖലയിൽ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവൃത്തികളെന്ന് പറയുന്നത്. പിന്നെ നിങ്ങൾക്കറിയാം ഒരു സ്കൂളിന് പ്രാപ്പോയിൽ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിന് അതിൻ്റെ മോഡൽ പ്രീ പ്രൈമറി ഉൾപ്പെടെയുള്ള മേഖലയ്ക്ക് വേണ്ടി 3 കോടി രൂപ നമ്മൾ അനുവദിച്ചു. അതിൻ്റെ പ്രവൃത്തികൾ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ ഇവിടുത്തെ റവന്യൂ കർണാടക ഫോറസ്റ്റുമായിട്ട് ചേർന്ന് നിൽക്കുന്ന മേഖലയിൽ മീന്തുള്ളി പാലം 2 കോടി രൂപയുടെ പ്രവൃത്തിയാണ്. പിന്നെ മറ്റൊരു പാലം കോഴിച്ചാൽ പാലം, ഇത് രണ്ടും പണി പൂർത്തിയാവുന്നു. ഒരു പാലം പണി പൂർത്തിയായി അതിൻ്റെ ഉദ്ഘാടനത്തിലേക്ക് നമ്മളിപ്പോൾ പോവുകയാണ്. റോഡ് വികസനത്തിൽ പഞ്ചായത്ത് ജനപ്രതിനിധികളുടെ നിലപാട് തമാശയാണെന്ന് TI മധുസൂദനൻ MLA. റീടാറിങ്ങിനായി പണം അനുവദിച്ച് എസ്റ്റിമേറ്റായ കോഴിച്ചാൽ രാജഗിരി റോഡ് റീടാർ ചെയ്യണമെന്നാവശ്യപ്പെട്ട് PWD എഞ്ചിനീയർക്ക് നിവേദനം നൽകിയത് തമാശയായി മാത്രമേ കാണാൻ കഴിയൂ എന്നും പുളിങ്ങോം ചെറുപുഴ കോഴിച്ചാൽ രാജഗിരി റോഡിന് ഫണ്ട് അനുവദിച്ചതാണെന്നും പ്രവൃത്തി ആരംഭിക്കാനിരിക്കെ റോഡ് നന്നാക്കണമെന്നത് തമാശയായി മാത്രമേ കാണാൻ കഴിയൂ എന്നും MLA പറഞ്ഞു. ചെറുപുഴ പഞ്ചായത്തിൽ 152 കോടി രൂപയുടെ വികസനമാണ് നടപ്പിലാക്കിയത് എന്നും MLA പറഞ്ഞു. റോഡ് ടാർ ചെയ്യുന്നതിന് വേണ്ടി നടപടി സ്വീകരിക്കണം എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുള്ള നിവേദനത്തിൽ രാജഗിരി മുതൽ ജോസിഗിരി വരെയുള്ള റോഡ്, പിന്നെ ചെറുപുഴ മുതൽ പുളിങ്ങോം വരെയുള്ള റോഡ്, ഈ 2 റോഡുകളാണ് ഏറ്റവും പ്രധാനമായിട്ടും ഈ ഒരു ഘട്ടത്തിൽ ഗവൺമെൻറ് മുൻകൈ എടുത്തുകൊണ്ട് ഏറ്റെടുത്ത് ഏറ്റവും വൃത്തിയുള്ള ഒരു മനോഹരമായ റോഡാക്കി മാറ്റണമെന്ന് നിശ്ചയിച്ചു. ഈ 2 റോഡിനും കൂടി 9.5 കോടി രൂപ ഗവൺമെൻറ് അനുവദിച്ചു. ചെറുപുഴ പുളിങ്ങോം റോഡ് റീടാർ ചെയ്യുന്നതിന് വേണ്ടി 4.5 കോടി രൂപ അനുവദിച്ചു. അതിൻ്റെ നടപടികളായി ടെൻഡർ നടപടികൾ പൂർത്തിയായി. അതിൻ്റെ പ്രവൃത്തി തുടങ്ങാൻ വേണ്ടി പോവാണ്. ഇപ്പോൾ റോഡിന് പൈസ വേണമെന്ന് പറഞ്ഞിട്ട് നിവേദനം കൊടുക്കേണ്ട ഒരു സമയമല്ല, പണി തുടങ്ങാൻ വേണ്ടി പോവാണ്. ഇതെല്ലാം അറിയാത്തവരൊന്നുമല്ല ഈ നിവേദനം കൊടുത്ത് ഫോട്ടോ എടുത്തിട്ട് പത്രത്തിൽ കൊടുക്കുന്നത് എന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെ രാജഗിരി ജോസിഗിരി റോഡ് 5 കോടി രൂപയാണ് ഗവൺമെൻറ് അനുവദിച്ചത്. അതും പ്രവൃത്തി പദത്തിലേക്ക് എത്തുകയാണ്. ആളുകൾ ഏറ്റെടുത്തു, അതിൻ്റെ മറ്റ് നടപടികളിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ 2 റോഡിനും മാത്രം 9.5 കോടി രൂപ സർക്കാർ ഫണ്ട് നമുക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞു. ചെറുപുഴ പഞ്ചായത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു ആവശ്യമായിരുന്നു അത് പ്രായോഗികമായിട്ട് നടപ്പിലാക്കാൻ പോകുന്ന സന്ദർഭത്തിൽ എന്തോ ഞങ്ങളൊരു കടലാസ് എയിനെ കണ്ടിട്ട് ഇങ്ങനെ കൊടുത്തപ്പോൾ കിട്ടിയിട്ടുള്ളതാണ് എന്ന് ഭാവിയിൽ പറയാനാണോ ഈ ഒരു പരിശ്രമം എന്നുള്ളത് പറയാൻ വേണ്ടി പറ്റില്ല. KD അഗസ്റ്റിൻ, KM ഷാജി, KF അലക്സാണ്ടർ, ATV ദാമോദരൻ, ഷാൻഡി കലാധരൻ, MM തോമസ് തുടങ്ങിയവരും MLAക്കൊപ്പമുണ്ടായിരുന്നു. ചില ബന്ധങ്ങൾ പവിത്രമാണ്. കണ്ണും നിറയും മനസ്സും നിറയും. സ്വന്തം ജോസ്കോ ജ്വല്ലേഴ്സ്. ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ.